നമസ്കാരം. മനുഷ്യ ശരീരത്തിനുള്ളിൽ ഓരോ നിമിഷവും കോടിക്കണക്കിന് വൈദ്യുത ചാർജുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും ഊർജ ഉൽപ്പാദനത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ഈ സൂക്ഷ്മ സിഗ്നലുകൾ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ DNA, RNA, കോശസ്തരങ്ങൾ എന്നിവയിലെല്ലാം കാണപ്പെടുന്ന ഫോസ്ഫോറിക് ആസിഡ് സംയുക്തങ്ങളാണ് പോസിറ്റീവ് ചാർജുകളുടെ അഥവാ പ്രോട്ടോണുകളുടെ ഈ സഞ്ചാരത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. ബയോളജിയിൽ മാത്രമല്ല, ബാറ്ററികളിലും ഇന്ധന സെല്ലുകളിലും പ്രോട്ടോണുകളെ കടത്തിവിടാനുള്ള സവിശേഷമായ കഴിവിനാൽ ഫോസ്ഫോറിക് ആസിഡ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ഫോസ്ഫോറിക് ആസിഡ് തന്മാത്രകളിലൂടെ പ്രോട്ടോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് പകരം ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടാണ് നീങ്ങുന്നത്. പ്രോട്ടോൺ ഷട്ടിലിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയയ്ക്ക് വഴികാട്ടുന്നത് തന്മാത്രകൾക്കിടയിലെ ഹൈഡ്രജൻ ബോണ്ടുകളാണ്. പ്രോട്ടോണുകളുടെ ഈ വേഗതയേറിയ സഞ്ചാരം ശാസ്ത്രലോകത്തിന് നേരത്തെ അറിയാമായിരുന്നു എങ്കിലും അതിൻ്റെ തന്മാത്രാ തലത്തിലുള്ള കൃത്യമായ വിശദാംശങ്ങൾ അജ്ഞാതമായിരുന്നു. ഈ രഹസ്യം തേടിയാണ് ഫ്രിറ്റ്സ് ഹേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും ഗവേഷകർ പഠനം നടത്തിയത്. ഈ പ്രക്രിയയുടെ ആദ്യഘട്ടം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഗവേഷകർ ഫോസ്ഫോറിക് ആസിഡിൻ്റെ നെഗറ്റീവ് ചാർജുള്ള ഒരു തന്മാത്രാ ജോഡിയെ പ്രത്യേകമായി നിരീക്ഷിച്ചു. അന്തരീക്ഷത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കി തന്മാത്രയെ കൃത്യമായി വിശകലനം ചെയ്യുവാൻ അതിനെ ഹീലിയം നാനോട്രോപ്ലേറ്റിൽ വെച്ച് ഏകദേശം 0.37 കെൽവിൻ താപനിലയിലേക്ക് തണുപ്പിച്ചു. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് നടത്തിയ ഈ പരീക്ഷണത്തിനൊപ്പം ക്വാണ്ടം കെമിക്കൽ കണക്കുകൂട്ടലുകളെയും കൂട്ടി ചേർത്ത് വെച്ചപ്പോൾ തന്മാത്രയുടെ ഘടനയെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചു. സിദ്ധാന്തങ്ങൾ പ്രകാരം ഈ തന്മാത്രയ്ക്ക് 2 വ്യത്യസ്ത ഘടനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പരീക്ഷണ ഫലങ്ങൾ കാണിച്ചത് ഇവയ്ക്ക് ഒരേ ഒരു സ്ഥിരതയുള്ള ഘടന മാത്രമേ ഉള്ളൂ എന്നാണ്. 3 ഹൈഡ്രജൻ ബോണ്ടുകൾ ഒരു ഓക്സിജൻ ആറ്റവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷമായ രൂപമാണിതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. വികസിത സിദ്ധാന്തങ്ങൾ പോലും ചിലപ്പോൾ തന്മാത്രകളുടെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ വിട്ടുപോയേക്കാം എന്നതിന് ഈ കണ്ടെത്തൽ ഒരു വലിയ തെളിവാണ്. ഫോസ്ഫോറിക് ആസിഡിനെ പ്രകൃതിയുടെ പ്രോട്ടോൺ ഹൈവേ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുവാൻ ഈ പഠനം സഹായിക്കുന്നു. കോശങ്ങൾക്കുള്ളിലെ ചാർജ് കൈമാറ്റത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നൽകുന്നതിനൊപ്പം കൂടുതൽ കാര്യക്ഷമമായ ഇന്ധന സെല്ലുകളും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളും വികസിപ്പിക്കുവാൻ ഈ കണ്ടെത്തൽ വഴിയൊരുക്കും. ചുരുക്കത്തിൽ, ജീവശാസ്ത്രപരമായ വിസ്മയങ്ങൾക്കും ഭാവിയിലെ ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകൾക്കും ഇടയിലുള്ള ഒരു പ്രധാന കണ്ണിയാണ് ഈ ഗവേഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ TV.